ദിനവൃത്താന്തം 26-ാം അധ്യായം. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ. കോരഹ്യർ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശലെമ്യാവിൻ്റെ പുത്രന്മാർ സെക്കരിയാവ് ആദ്യജാതൻ, എദിയയേൽ രണ്ടാമൻ, സെബദ്യാവ് മൂന്നാമൻ, എത്നിയേൽ നാലാമൻ, ഏലാം അഞ്ചാമൻ, യഹോഹാനാൻ ആറാമൻ, എല്യോഹോവനായി ഏഴാമൻ. ഓബേദ്-ഏദോമിൻ്റെ പുത്രന്മാർ ശെമരിയാവ് ആദ്യജാതൻ, യഹോഷബാദ് രണ്ടാമൻ, യോവാഹ് മൂന്നാമൻ, സാഗാർ നാലാമൻ, നെതനയേൽ അഞ്ചാമൻ, അമ്മിയേൽ ആറാമൻ, ഇസാഗാർ ഏഴാമൻ, പെയൂലതായി എട്ടാമൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവൻ്റെ മകനായ ശെമരിയാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു. അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പ്രതിഭവനത്തിന് പ്രമാണികളായിരുന്നു. ശെമരിയാവിൻ്റെ പുത്രന്മാർ ഒത്നി, രഫായേൽ, ഓബേദ്, എൽസാബാദ്. അവൻ്റെ സഹോദരന്മാർ പ്രാപ്തന്മാരായിരുന്നു, ഏലിഹു, സെമക്യാവ്. ഇവർ എല്ലാവരും ഓബേദ്-ഏദോമിൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ്-ഏദോമിനുള്ളവർ 62 പേർ. മെശലെമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഷിമ്രി തലവൻ. ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവൻ്റെ അപ്പൻ അവനെ തലവനാക്കി. ഹിൽക്കിയാവ് രണ്ടാമൻ, തെബല്യാവ് മൂന്നാമൻ, സെക്കരിയാവ് നാലാമൻ. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങളുണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പ്രതിഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. കിഴക്കേ വാതിലിൻ്റെ ചീട്ട് ശെലെമ്യാവിന് വന്നു. പിന്നെ അവർ അവൻ്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെക്കരിയാവിന് വേണ്ടി ചീട്ടിട്ടു. അവൻ്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്കേ വാതിലിൻ്റേത് ഓബേദ്-ഏദോമിനും പാണ്ഡിശാലയുടേത് അവൻ്റെ പുത്രന്മാർക്കും. കയറ്റമുള്ള പെരുവഴിക്കൽ ശല്ലേഖത്ത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിൻ്റേത് ശുപ്പീമിനും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവ്യരും, വടക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും, തെക്കേ വാതിൽക്കൽ നാളൊന്നിന് 4 പേരും, പാണ്ഡിശാലയ്ക്കൽ ഈ 2 പേരും ഉണ്ടായിരുന്നു. പർബാരിന് പടിഞ്ഞാറ് പെരുവഴിയിൽ 4 പേരും, പർബാരിൽ തന്നെ 2 പേരും ഉണ്ടായിരുന്നു. കോരഹ്യരിലും മെരാരിലുമുള്ള വാതിൽ കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ലയദാൻ്റെ പുത്രന്മാർ ലയദാൻ്റെ കുടുംബത്തിലുള്ള ഗെർശോന്യരുടെ പുത്രന്മാർ. ഗെർശോന്യനായ ലയദാൻ്റെ പ്രതിഭവന തലവന്മാർ യെഹിയേലിയറായിരുന്നു. യെഹിയേലിൻ്റെ പുത്രന്മാർ സേദം, അവൻ്റെ സഹോദരൻ യോവേൽ. ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിന് മേൽവിചാരകരായിരുന്നു. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേലിയർ എന്നിവരോ. മോശയുടെ മകനായ ഗെർശോമിൻ്റെ മകൻ ഷെബുവേൽ ഭണ്ഡാരത്തിന് മേൽവിചാരകനായിരുന്നു. എലിയാസറിൽ നിന്ന് ഉത്ഭവിച്ച അവൻ്റെ സഹോദരന്മാരോ. അവൻ്റെ മകൻ രഹബ്യാവ്, അവൻ്റെ മകൻ യെശയ്യാവ്, അവൻ്റെ മകൻ യോരാം, അവൻ്റെ മകൻ സിക്രി, അവൻ്റെ മകൻ ശെലോമീത്ത്. ദാവീദ് രാജാവും പ്രതിഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശെലോമീത്തും അവൻ്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു. ദർശകനായ ശെമുവേലും കീശിൻ്റെ മകൻ ശൗലും നേരിൻ്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോബാവും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ശെലോമീത്തിൻ്റെയും അവൻ്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു. ഇസ്കാര്യരിൽ കെനന്യാവും അവൻ്റെ പുത്രന്മാരും പുറമേയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോന്യരിൽ ഹശപ്യാവും അവൻ്റെ സഹോദരന്മാരുമായി 1700 പ്രാപ്തന്മാർ. യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിൻ്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ മേൽവിചാരകരായിരുന്നു. ഹെബ്രോന്യരിൽ കുലംകുലമായും കുടുംബമായുള്ള ഹെബ്രോന്യർക്ക് എരിയാവ് തലവനായിരുന്നു. ദാവീദിൻ്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലെയാദിലെ ആസരിൽ പ്രാപ്തന്മാരെ കണ്ടു. അവൻ്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പ്രതിഭവന തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സകല കാര്യത്തിനും രാജാവിൻ്റെ കാരാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനുഷ്യരുടെ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വെച്ചു.